A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നിലമ്പൂരിൽ NDAയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NDA നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് 2025 ജൂൺ മാസം മുതൽ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് MLA ആണ്. ദീർഘനാളത്തെ കുടുംബാധിപത്യപരമായി കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കാലാനുസൃതമായി യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസിന്റെ കൈകളിൽ എത്തപ്പെട്ട നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി കോൺഗ്രസ് MLA നിയോജക മണ്ഡലത്തിൽ നാളിതുവരെയായി വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. നിലമ്പൂർ ജ്യോതിപ്പടിയിലെ BJP ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ നിലമ്പൂർ KMG റോഡിൽ വനം ഓഫീസിന് മുൻപിലായി CI KS ബിനുവിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ഒരുക്കിയിരുന്നത്. നേരിയ തോതിൽ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. നേതാക്കൾ ഇടപെട്ടാണ് സംഘർഷ സാധ്യത ഒഴിവാക്കിയത്. ധർണ BJP സംസ്ഥാന വക്താവ് VP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കുറെ കാലമായി ജനങ്ങൾക്ക് എന്ത് ചെയ്താലും വിജയിക്കുമെന്ന അഹങ്കാരമാണ് UDF-നും LDF-നും കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഉള്ളതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. കേരളത്തിൽ 2026 ഏപ്രിൽ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളുടെയും അവസ്ഥ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ വിജയിക്കും എന്നുള്ള ഒരു ധാരണ പടർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. എന്ത് ചെയ്താലും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ വികസനം കൊണ്ടുവന്നാലും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ വികസനം കൊണ്ടുവന്നില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ മണ്ഡലത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്താലും ഞങ്ങൾ ജയിക്കും, ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും. ഒരുതരം രാഷ്ട്രീയപരമായ അടിമത്തത്തിൽ നിന്നും ജനങ്ങൾക്ക് മോചനം വരാത്തൊരവസ്ഥ, ഇത്തരത്തിലുള്ളൊരു അഹങ്കാരം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരിൽ സൃഷ്ടിച്ചതാണ്. അത് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ ഒരു സർവാധിപത്യമായി 1970-കൾ വരെ കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. അന്നുമാണ് ഇന്നുമാണ്. അവര് അങ്ങനെയാണ് ചിന്തിച്ചത്, എന്ത് ചെയ്താലും കോൺഗ്രസ് ജയിക്കും. എന്നാൽ 1967-ലും ചെറുതായിട്ടെങ്കിലും കോൺഗ്രസിന് ഒരു തിരിച്ചടിയുണ്ട്. 1977-ൽ കോൺഗ്രസിന് അതിശക്തമായ തിരിച്ചടിയുണ്ടായി. അതിനുശേഷം ഈ രാജ്യത്ത് കോൺഗ്രസിന് പല സ്ഥലങ്ങളിലും അവരുടെ പിന്തുണ, ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടു തുടങ്ങി. നെഹ്റു കുടുംബത്തിന്റെ പൊന്നാവരം കോട്ടകൾ ഓരോന്നായി പൊളിഞ്ഞു തുടങ്ങി. ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി. BJP സംസ്ഥാന സമിതി അംഗം KC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു M സാമുവൽ, മേഖലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് TK അശോക് കുമാർ, ജില്ലാ ഉപാധ്യക്ഷൻ സുധീഷ് ഉപ്പട, ജില്ലാ സെക്രട്ടറി സുനിൽ ബോസ്, ജില്ലാ ഉപാധ്യക്ഷ ഡോക്ടർ ഗീതാകുമാരി, നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് P ഗിരീഷ്, MT രമേശൻ നായർ, ജിജി ഗിരീഷ്, അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നിവർ സംസാരിച്ചു. A+ വിഷൻ നിലമ്പൂർ. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.